ഹലോ, നമ്മുടെ മഴ തോരും മുൻപേ സീരിയലിൻ്റെ ഇന്നത്തെ പുതിയ വിശേഷത്തിലോട്ട് ഏവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഒരു ഷെയറും ഒരു കമൻറ്റ്, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെന്ന് അറിയണ്ടേ, അതൊക്കെ ഒന്ന് രേഖപ്പെടുത്തുക കേട്ടോ. അതുപോലെ നമ്മുടെ സുമീമു ഫാസ്റ്റ് കിച്ചൻ എന്ന കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. എല്ലാവരോടുള്ള റിക്വസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഗോവർദ്ധനൻ വീട്ടിൽ നമ്മുടെ ബാലേന്ദ്രനെ കണ്ട ഫയലും കാര്യങ്ങളും കണക്കും ഒക്കെ കാണിക്കാനായിട്ട് വന്നപ്പോൾ നമ്മുടെ അലീനയ്ക്ക് ഒരു ഡെസിഗ്നേഷൻ കൊടുക്കുകയാണ് വിത്ത് പ്രൊമോഷനോടുകൂടി. എന്താണ്? ബാലചന്ദ്രൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്നുള്ളൊരു സ്ഥാനം. ഇത് ഗോവർദ്ധനൻ ബാലേന്ദ്രനെ കണ്ട് തിരിച്ച് റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമ്മുടെ വൈജ ചോദിച്ചു, എന്തൊക്കെയുണ്ട് പറഞ്ഞു, എന്തെങ്കിലും മിണ്ടിയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഒരു നിയമനം ഇവിടുത്തെ വേലക്കാരിയായിട്ടുള്ള അലീനയ്ക്ക് കൊടുത്തു എന്ന് കേട്ടിട്ട് പിന്നെ വൈജയന്തിക്ക് സഹിക്കാൻ പറ്റിയില്ല. എന്താ പറയണേ, ഒരു വല്ലാത്ത ദേഷ്യവും വീർപ്പും മുട്ടലും, എന്ത് ചെയ്യണമെന്നറിയില്ല, ഒരു വല്ലാത്ത ഒരു മരവിപ്പായിപ്പ്. കാരണം എന്താ ഈ കേൾക്കണേ, ഇക്കണക്കിന് പോവുകയാണെങ്കിൽ ഞാനും എൻ്റെ മക്കളും ഈ വീട്ടിൽ നിന്ന് പോലും ഇറങ്ങി കൊടുക്കേണ്ടി വരൂലേ? അതല്ല, എൻ്റെ മക്കൾക്കെല്ലാം നഷ്ടപ്പെടും. ഇനിയിപ്പോൾ നാളെ വരും ദിവസങ്ങളിൽ ടെക്സ്റ്റൈൽസും ജ്വല്ലറിയും ഒക്കെ ഇനി ഇങ്ങനെ അവളെ പേരിന് എഴുതി കൊടുക്കുമോ? എനിക്കിത് ഒട്ടും വെച്ച് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നൊക്കെ അങ്ങ് വൈജ ചിന്തിക്കുകയാണ്. അത് കഴിഞ്ഞ് അലീന വരികയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയെന്ന് പറഞ്ഞ് വന്നതും അലീനയോട് പറയുന്നുണ്ട്, നിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് നീ തന്നെ തിന്നെ, അല്ലെങ്കിൽ നിൻ്റെ ബാലേന്ദ്രൻ സാറിന് കൊണ്ട് കൊടുക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനൊന്ന് പോയിട്ട് തിരിച്ചു വരട്ടെ, നിന്നെ ഞാൻ കാണിച്ചു തരാം. അലീന ഒന്നും മിണ്ടിയില്ല. കാര്യം എന്ന് വെച്ചാൽ അത്രയ്ക്കും 100 പവറിലാണ് നമ്മുടെ വൈജ അങ്ങോട്ട് തിളച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് കാറും എടുത്തുകൊണ്ട് ഒരു ഒറ്റ പോക്ക് അങ്ങോട്ട് പോയി. അലീനയ്ക്ക് അറിയാം എന്തോ കേസ് വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ. അങ്ങനെ പിന്നെയാണ് അലീന ബാലേന്ദ്രൻ്റെ അടുത്ത് നിന്ന് അറിയണത് ഇങ്ങനെ ഒരു അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് തന്നെ നിയമിച്ചു. അപ്പോൾ അതെന്തോ അറിഞ്ഞിട്ടായിരിക്കണം മാഡത്തിന് ആ ഒരു ദേഷ്യം വന്നതെന്നൊക്കെ കരുതി ഇരിക്കുകയാണ്. അപ്പോൾ പോയിട്ട് പിന്നെ ആളെ കണ്ടില്ല. വൈജ നേരെ പോണത് നമ്മുടെ കമലയെ കാണാനാണ്. തറവാട്ടിൽ പോവാണ്. അവിടെ ചെന്നിട്ട് കമലയുടെ അടുത്ത് ചെന്നിട്ട് സങ്കടം പറയാണ്. അപ്പോൾ കമലയുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയണം. ഇപ്പോൾ ആ വീട്ടിൽ ഞാൻ ആരുമല്ല, ഇപ്പോൾ അവർക്ക് എല്ലാവർക്കും വലുത് അലീനയാണ്. അലീനയെ കൊണ്ട് നടക്കട്ടെ, പിന്നെ ഞാൻ എന്തിനാണ് അവിടെ നിൽക്കുന്നത്? ഇപ്പോൾ കണ്ടില്ലേ കമലേട്ടത്തി, ഇപ്പോൾ ഒരു സ്ഥാനവും കൂടെ കൊടുത്തിട്ടുണ്ട് ബാലേന്ദ്രൻ. ഹോം നേഴ്സ് മാത്രമല്ല, പിന്നെ അപ്പോൾ കമല ചോദിച്ചു, പിന്നെ എന്തുവാടി വൈജ, എന്ത് സ്ഥാനമാണ് കൊടുത്തേക്കണേ? അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി. കമല അങ്ങോട്ട് ചിരി തുടങ്ങിയിട്ട് നിർത്തുന്നുണ്ടോ? നിനക്ക് എന്തായാലും വൈജ പ്രാന്താണോ? അതോ ബാലചന്ദ്രനാണോ പ്രാന്ത്? എന്നെ ബാലേന്ദ്രൻ വല്ല മന്ത്രിയോ മറ്റോ ആണോ ഇങ്ങനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമനം അലീന മാഡത്തിന് കൊടുക്കാൻ? എനിക്കിതൊക്കെ കേട്ടിട്ട് ചിരി. നീ ഒരു പെണ്ണായിട്ട് നീ എന്നെ വൈജ ഒന്നും മിണ്ടാത്ത? എനിക്കിപ്പോൾ എൻ്റെ വാക്കിനൊന്നും അവിടെ ഒരു വിലയില്ല കമലേട്ടത്തി. അവക്കല്ലേ ഇപ്പോൾ സ്ഥാനം. അവൾ ഹോം നേഴ്സായിട്ട് അമ്മയെ നോക്കണു, ബാലേന്ദ്രൻ സാറിനെ നോക്കണു, ഗുളിക കൊടുക്കാൻ ബെല്ലടിക്കുമ്പോഴേക്കും ഇവിടെ നിന്ന് ഓടിക്കയറും. പിന്നെ ഫുഡ് കൊടുക്കണു, അവിടെ ഇരുത്തി കഴിപ്പിക്കണു. പോയി കഴിഞ്ഞാൽ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് കമലേട്ടത്തിൽ തിരിച്ചു പറഞ്ഞത്. അതെന്നാടി ഈ 1 മണിക്കൂറൊക്കെ അവിടെ എന്ത് സംസാരിക്കുക, അവർ എന്തെടുക്കുമായിരിക്കുമടി? അപ്പോൾ പറയുന്നുണ്ട്, കഥ പറച്ചിൽ ആണോ? അപ്പോൾ കമല പറയുന്നുണ്ട്, ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. വൈജ പറയുന്നുണ്ട്, എൻ്റെ കമലേട്ടത്തിൽ എനിക്ക് പറ്റില്ല, ഇതിങ്ങനെ വിട്ടാൽ എനിക്ക് എൻ്റെ ജീവിതം എനിക്ക് പറ്റാണ്ടായിപ്പോവും. എനിക്ക് എൻ്റെ മക്കൾ, എൻ്റെ കുടുംബം, എനിക്കെല്ലാം പോകും. ഇതിനൊരു തീരുമാനം എടുക്കണം. അതിന് വേണ്ടി കമലേട്ടത്തി എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം കമലേട്ടത്തി. എനിക്കിത് പറ്റില്ല, എന്തെങ്കിലും ഒരു വഴി, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ കമലേട്ടത്തി എന്നൊക്കെ നമ്മുടെ വൈജ റിക്വസ്റ്റ് ചെയ്ത് കമലയോട് പറയുന്നുണ്ട്. എടി വൈജേ, നീ ഒന്ന് സമാധാനപ്പെട്, നമുക്ക് ആലോചിച്ചാൽ കിട്ടാത്ത വഴിയൊന്നുമില്ലല്ലോ. അവളെ അവിടെ നിന്ന് ചാടിക്കണം. ഇവളെ അമ്മയെ നോക്കാനും ഒരു ഹോം നേഴ്സിൻ്റെ ആവശ്യത്തിനായിട്ടൊക്കെയാണല്ലോ അവിടെ നിൽക്കുന്നത്. നമ്മളവിടെ ഒരു ഹോം നേഴ്സിനെ അങ്ങ് കൊണ്ട് പുതുതായിട്ട് നിയമിച്ചാലോ? അപ്പോൾ വൈജ പറയുന്നുണ്ട്, എന്തൊക്കെയാണെങ്കിലും ഇനി ഒരു ഹോം നേഴ്സിനെ കമലേട്ടത്തിൽ നിന്ന് അറേഞ്ച് ചെയ്തതാണ്, എന്നിട്ടേ ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നുള്ളൂ. എന്നിട്ട് അവിടെ നീ ഇരിക്കുക, എന്തായാലും നീ ഒന്ന് സമാധാനപ്പെടുന്നു പറഞ്ഞ് കമല വൈജയനെ അവിടെ ഇരുത്താണ്. എന്നിട്ട് വൈജയുടെ അടുത്ത് പറയുന്നുണ്ട്, നീ എന്തെങ്കിലും കഴിച്ചുകൂടി? ഇല്ല കമലേട്ടത്തി, എനിക്ക് അവിടെ നിന്ന് എനിക്കെന്തോ അല്ലാണ്ട് മാനസികമായിട്ടൊരു ടെൻഷൻ, കാരണം എനിക്ക് വിശപ്പൊന്നും ഞാൻ അറിഞ്ഞില്ല. എടി ഇവിടെ ഇപ്പോൾ ഒന്നും ഇരിപ്പില്ലല്ലോ, ഒരു കാര്യം ചെയ്യാം, നിനക്കൊരു ഫ്രഷ് ലൈം അടിച്ചു തരാം, ഞാൻ പഴയ ഇരിപ്പുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് കമല അകത്ത് പോവാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ വൈജ പറയുന്നത്
പറയുന്നുണ്ട്, എന്തായാലും എൻ്റെ മക്കൾ എൻ്റെ കൂടെ നിൽക്കും, ഞാൻ അവരെന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ട്, എനിക്ക് കമലേട്ടത്തി എങ്ങനെയെങ്കിലും ഒരു ഹോം നേഴ്സിനൊന്ന് അറേഞ്ച് ചെയ്ത് തന്നാൽ മതി, ബാക്കി കാര്യമൊക്കെ ഞാൻ ഏറ്റുകൊള്ളാം, അതൊക്കെ നമുക്ക് റെഡിയാക്കാം, നീ ഒന്ന് സമാധാനപ്പെടാദ്യം, നമുക്ക് ഈ ഈ എന്താണ് ഹോം നേഴ്സിന് കിട്ടാനുള്ള ഒരുപാട് ഏജൻസികൾ ഇപ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഏതെങ്കിലും ഒരു ഏജൻസി വിളിച്ചിട്ട് നമ്മൾ അമ്മയെ നോക്കാൻ പറ്റുന്നതും വീട്ടിൽ നിർത്താൻ പറ്റുന്നതായ ഒരു ഹോം നേഴ്സിനെ നമുക്ക് അറേഞ്ച് ചെയ്യാം, അതുപോലെ എന്ന് ചോദിക്കുന്നുണ്ട്. അത് മതി. അങ്ങനെ അവർ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലേന്ദ്രൻ ഇച്ചിരി പൊടിയരി കഞ്ഞി വേണമെന്ന് അലീനയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അലീന അതൊക്കെ തയ്യാറാക്കുകയാണ്. അപ്പോൾ ഇച്ചിരി ചമ്മന്തിയൊക്കെ ബാലേന്ദ്രന് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ തയ്യാറാക്കുന്നതിൻ്റെ ഇടയിൽ കഞ്ഞി കുറച്ചും കൂടെ വേവാനുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീന നമ്മുടെ രേവതി കുട്ടീനെയൊക്കെ ഒന്ന് വിളിക്കുകയാണ്. കുറച്ചായല്ലോ, ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയണമല്ലോ. അങ്ങനെ നമ്മുടെ രേവതി കുട്ടീനെ വിളിച്ചിട്ട്, നീ തിരക്കിലാണോടി മോളെ എന്ന് അലീന ചോദിക്കുകയാണ്. അഥവാ ഇച്ചിരി ബിസി ആണെങ്കിൽ തന്നെ എൻ്റെ ചേച്ചി വിളിക്കുമ്പോൾ ബിസിയോട് ഞാൻ അവിടെ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്, എന്താ പോരെ. ഓ, നീയും ബിസിയും തമ്മിൽ ഇപ്പോൾ അത്ര അറ്റാച്ച്മെൻ്റ് ആണോ എന്ന് അലീന ചോദിക്കുന്നുണ്ട്. എൻ്റെ രേവതിക്കുട്ടി ചോദിക്കുകയാണ്, എന്തായി അലീനേച്ചി, അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒരുവിധമൊക്കെ ഒന്ന് സെറ്റായോ, എന്നാ ഇങ്ങോട്ടേക്ക് വരണത്. അപ്പോൾ എൻ്റെ പൊന്നു മോളെ, ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തകിടം പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നേ പിന്നെ ബാലേന്ദ്രൻ സാറ് നിനക്കറിയാമല്ലോ, മേളിലത്തെ റൂമിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അവിടെയാണ്. ഇപ്പോൾ ഇതൊന്നും പോരാഞ്ഞിട്ട് മേഡത്തിന് എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ആ നിമിഷം ബാലേന്ദ്രൻ സാറും ഇറങ്ങുമെന്നാണ് പറയണത്. ഞാൻ എന്താ മോളെ ചെയ്യേണ്ടത്? ഓ ചേച്ചി പെട്ടല്ലോ ചേച്ചി, ഇതിപ്പോൾ എന്താ ചെയ്യണേ? എന്തെങ്കിലും ഒരു പഴുതുണ്ടായിരുന്നെങ്കിൽ ചാടാനുള്ള വഴി നോക്കായിരുന്നു മോളെ. ഒരു രക്ഷയല്ല, സാറിനെ എനിക്ക് അങ്ങനെ ഇട്ടിട്ട് വരാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത് ഇത്രയും വയ്യാണ്ടൊക്കെ ഇരിക്കുന്ന ആളല്ലേ, നമ്മൾ അങ്ങനെ അങ്ങ് തള്ളിക്കളഞ്ഞിട്ട് വരാൻ പറ്റുമോ മോളെ? അത് മാത്രമല്ല, ഇപ്പോൾ നിനക്ക് വേറൊരു കോമഡിയും കൂടെ കേൾക്കണോ? മേഡം കാറ് കൊടുത്തുകൊണ്ട് പോയിക്കുക, വരുമ്പം നിന്നെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആൾ എത്തിയിട്ടില്ല, എങ്ങോട്ടാണ് പോയെന്നൊന്നും എനിക്കറിയില്ല മോളെ എന്ന് പറയുന്നു അലീന. അപ്പോൾ ചോദിച്ചു, എന്താ ചേച്ചി ഇപ്പം അടുത്ത ഭൂകമ്പത്തിന് കാരണം? അത് നമ്മുടെ ഗോവർദ്ധൻ അങ്കിളില്ലേ, കണക്കും കാര്യങ്ങളും കാണിക്കാൻ വേണ്ടി ബാലേന്ദ്രൻ സാറിൻ്റെ അടുത്ത് വന്നായിരുന്നു. ആ സമയത്ത് എന്നെ വിളിച്ച് ഗോവർദ്ധൻ അങ്കിളിനെ പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞു, ഇനി മുതൽ ഈ അലീനയാണ് എൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്നിങ്ങനെ പറഞ്ഞു. ഞാനങ്ങ് അതിശയിച്ചു. അപ്പം നമ്മുടെ രേവതിക്കുട്ടി ചോദിക്കുന്നത്, എന്ത്? ആ അതേന്നേ, എനിക്കൊരു ഡെസിഗ്നേഷൻ തരാണ്, അതും വിത്ത് പ്രൊമോഷനോട് കൂടി, ബാലേന്ദ്രൻ സാറിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി. ഒന്നും എനിക്ക് തല ഇറങ്ങുന്നു, നമ്മുടെ രേവതിക്കുട്ടി പറയുകയാണ്. അപ്പോൾ അലീന പറയുന്നു, എനിക്ക് അതൊക്കെയാണ് ഇപ്പം എൻ്റെ പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കാര്യങ്ങളൊക്കെ പറയുകയാണ്. എൻ്റെ ഫോൺ വയ്ക്കുകയാണ്, എന്തെങ്കിലും ഒരു പഴുതുണ്ടെങ്കിൽ ഞാൻ വരാം, നിന്നെ വിളിക്കാൻ മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ രേവതിക്കുട്ടി ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മാമച്ചനോടും ഗ്രേസമ്മയോടും ഒക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ അവിടെ 2 കുടുംബമാണ്, ബാലേന്ദ്രൻ സാർ അപ്സ്റ്റെയറും മേഡം താഴെയും. അത് മാത്രമല്ല, അലീന ചേച്ചിക്ക് ഇപ്പോൾ പുതിയൊരു പോസ്റ്റും കൂടെ കൊടുത്തേക്കാണ്. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ അവരോട് 2 പേരും ഡിസ്കസ് ചെയ്യാണ്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീന കഞ്ഞിയൊക്കെ ആയിട്ട് നേരെ ബാലേന്ദ്രൻ്റെ അടുത്ത് ചെല്ലുകയാണ്. അപ്പോൾ ഈ കയ്യിൽ പാത്രം ഇരിക്കുന്നതുകൊണ്ട് പറ്റില്ല, അപ്പോൾ തല കൊണ്ട് ഡോറ് മുട്ടുകയാണ്. അപ്പം കയറി വരാൻ ബാലേന്ദ്രൻ പറയുന്നെങ്കിലും അലീന പിന്നെ കൈ എങ്ങനെയൊക്കെ വെച്ച് ആ ഡോറ് തുറന്ന് അകത്ത് കയറി. അപ്പോൾ ബാലേന്ദ്രൻ ചോദിച്ചു, നിൻ്റെ 2 കൈയും ഫ്രീ അല്ലേ എന്നല്ല, പിന്നെ എങ്ങനെയാണ് നീ ഡോറ് തുറന്നേ, തട്ടിയത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് ഞാൻ തല കൊണ്ട്. ഓ, അപാര തലയാണല്ലോടി നിൻ്റെ എന്ന് ബാലേന്ദ്രൻ പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് ബാലേന്ദ്രൻ ഇതെന്താടി ഒരു കഞ്ഞിയല്ലേ ഞാൻ ചോദിച്ചോളൂ, ഇത് സദ്യക്കുള്ള ഒരുക്കങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നിങ്ങനെ ബാലേന്ദ്രൻ പറയുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, വേറൊന്നുമില്ല പ്രത്യേകിച്ച്, അച്ചാറും പപ്പടവും പിന്നെ സാറിന് ഇഷ്ടമുള്ള ചമ്മന്തിയും ഒരു എറിശ്ശേരി, അത്രയല്ലേ ഉള്ളൂ, അപ്പോൾ വേഗം കഴിക്കുക. എന്നിട്ട് അലീന കഞ്ഞിയും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് അവിടെ എല്ലാം എടുത്ത് വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അലീന പോകാനായിട്ട് നിൽക്കുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ എങ്ങോട്ടാണ് ഈ പോണേ, നീ അവിടെ ഇരിക്കുക, നീ എൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാണ്, മറക്കണ്ട കേട്ടോ, ഇവിടെ ഇരിക്കുന്ന പറഞ്ഞ് നേരെ ഇരുത്താണ്. അപ്പോൾ അവൾ ചിരിക്കുകയാണ് അലീന. അലീന പറയുന്നുണ്ട്, നല്ല അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി, അടുക്കളയിലെ പണിയും ഫുഡ് ഉണ്ടാക്കലും പാത്രം കഴുകലും ഇതൊക്കെ ചെയ്യുന്ന ഒരു അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്ക് എന്നൊരു പേരും കൂടെ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ചിരിച്ചൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ബാലേന്ദ്രൻ ഈ ഫുഡും കറികളൊക്കെ കഴിച്ചിട്ട് പറയുന്നുണ്ട്, നന്നായിട്ടുണ്ട്, ചമ്മന്തിയൊക്കെ ഒരുപാട് ടേസ്റ്റുള്ള ചമ്മന്തിയാണ് അലീന ഉണ്ടാക്കുന്നത്, അപ്പോൾ നന്നായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല ടേസ്റ്റാണെന്ന് ബാലേന്ദ്രൻ പറഞ്ഞിട്ട് കുറേശ്ശെയായിട്ട് കുടിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ബാലേന്ദ്രൻ ചോദിക്കുകയാണ് അലീനയുടെ അടുത്ത്, നിൻ്റെ നാട് ശരിക്കും എവിടെയാണ് അലീന എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പെട്ടെന്നൊന്ന് മൈൻഡ് അങ്ങ് മാറിയിട്ട് പറഞ്ഞ്, കഴക്കൂട്ടം, തിരുവനന്തപുരത്ത്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അവിടെ ആരൊക്കെ ഉണ്ട്
നീ അവിടെയാണോ ജനിച്ചത്? അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല ബ്രിജാമ്മ. ഞാൻ ജനിച്ചെന്തോ 2 ദിവസത്തിനകത്ത് എന്നെ കൊണ്ടുവന്ന് അവിടെ ബ്രിജാമ്മയുടെ കയ്യിൽ ഏൽപ്പിക്കുകയും അവിടെയായിരുന്നു എൻ്റെ ജീവിതം. അപ്പോൾ നിനക്ക് നിൻ്റെ അച്ഛനോ അമ്മയോ അതൊന്നും ആരാണെന്നും കൂടി അറിയത്തില്ല? എനിക്കറിയത്തില്ല എന്നിങ്ങനെ അലീന പരിങ്ങി പറഞ്ഞു കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, നിൻ്റെ അവിടുത്തെ ജീവിതമൊക്കെ എങ്ങനെയായിരുന്നു അലീന? അവിടെ ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ കുട്ടിക്കാലത്ത് ഒരു കളിപ്പാട്ടം കിട്ടാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അന്നൊന്നും അറിയില്ല ഈ അനാഥർ എങ്ങനെ ജീവിക്കണം, അല്ലെങ്കിൽ എങ്ങനത്തെ ജീവിതമാണ് ഇവർക്കുള്ളതെന്നും അന്നറിയില്ലല്ലോ സാറേ. അപ്പോൾ ആ ഒരു ജീവിതം എങ്ങനെയൊക്കെ ജീവിക്കണമെന്നും നമ്മുടെ ഇല്ലായ്മ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, ഇടാൻ നല്ലൊരു ഉടുപ്പ്, നല്ലൊരു കളിപ്പാട്ടം, അതൊക്കെ ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും നമ്മളെപ്പോലെയുള്ള കുട്ടികൾക്ക് ഒരിക്കലും അത് കിട്ടാവുന്നതല്ലല്ലോ. അപ്പോൾ അതൊക്കെ എൻ്റെ ബ്രിജാമ്മ ഞങ്ങളെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ സങ്കടങ്ങളും വിഷമങ്ങളും വന്നാൽ അത് ചിരിച്ചുകൊണ്ട് നേരിടണം എന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് എൻ്റെ ബ്രിജാമ്മയാണ്. ബ്രിജാമ്മയുള്ളൊരു ലോകം അത് പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ അത്രയ്ക്ക് സ്നേഹമുള്ളൊരു അമ്മയാണത്. ആ അമ്മയുടെ സ്നേഹം എനിക്കിപ്പോൾ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അലീന ഒരുപാട് അങ്ങ് ഇമോഷണൽ ആവേണ്ട. കാരണം വെച്ചാൽ അലീനയെ സംബന്ധിച്ച് അലീനയുടെ ജീവിതത്തിൽ എല്ലാത്തിൻ്റെയും ആ ഒരു ഇത് എന്ന് പറയുന്നത് അവരുടെ ആ മമ്മി തന്നെയാണ്. കാരണം അവർ ആ കുഞ്ഞുങ്ങളെ വളർത്തി നല്ല സ്വഭാവത്തിലും മറ്റുള്ളവരുടെ അടുത്ത് എങ്ങനെ പെരുമാറണം ഇതൊക്കെ പഠിപ്പിച്ച് നല്ല രീതിയിൽ എത്തിച്ചത് ആ മമ്മിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അലീന ബാലേന്ദ്രനോട് പറയുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിൻ്റെ അച്ഛനും അമ്മയും ആരാണെന്ന് നിനക്കറിയില്ലേന്ന് ചോദിച്ചു. അത് നിൻ്റെ മമ്മി പറഞ്ഞിട്ടില്ലേന്ന് ചോദിച്ചു. അപ്പോൾ ആദ്യം അലീന ഇങ്ങനെ ചിന്തിച്ച് നിന്നപ്പോൾ ബാലേന്ദ്രൻ പറയുന്നത്, നീ എന്താ എന്നോട് കള്ളം പറയാനുള്ളത് ആലോചിക്കുകയാണോ? അപ്പോൾ അലീനയ്ക്ക് മനസ്സിലായി സാറിനോട് അങ്ങനെ കള്ളം പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, എൻ്റെ അടുത്ത് അവസാന നിമിഷത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരാണ് അച്ഛനെന്നോ അമ്മയെന്നൊക്കെ. അപ്പം ബാലേന്ദ്രൻ ഇങ്ങനെ നേട്ടലോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിനക്കറിയാമോ നിൻ്റെ അച്ഛനും അമ്മയും ആരാണ് എന്നുള്ള വിവരം? മമ്മി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നീ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ അതിലൊരാളെ കണ്ടു, എനിക്ക് മതിയായി, ഇനി എനിക്ക് ആരെയും കാണണ്ട, എന്നിട്ട് വിങ്ങി പൊട്ടുകയാണ്. ആ ഒരു സീനൊക്കെയാണ് ഇന്നത്തെ ഇൻട്രോയിൽ വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ മഴതോരും മുൻപേ സീരിയലിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന് അറിയില്ല. നമ്മുടെ വൈജയും കമലയും കൂടെ ചേർന്ന് പുതിയ ഹോം നേഴ്സിനെയൊക്കെ കൊണ്ടുവന്ന് ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇനി അതിൻ്റെ പിന്നിൽ ഇനി നമ്മുടെ അലീനയെ പുറത്തിറക്കാനുള്ള വഴികളൊക്കെ ആണോ ആലോചിക്കുന്നത്? എന്തായാലും കണ്ടു തന്നെ അറിയാം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ പ്രൊമോ ഒക്കെ ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടോടു കൂടി നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് അപ്പായിക്ക് വരട്ടെ. എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തന്നെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.